ഗൈസ് നമസ്കാരം. ആഫ്റ്റർ പ്ലസ് ടു മലയാളത്തിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ LBSുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, എന്നാണ് ഓപ്ഷൻ എൻട്രി സ്റ്റാർട്ട് ചെയ്യുക, എന്നാണ് നമുക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുക, ഇത് എത്ര ഡിലേ ആണ്, എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളും ഉണ്ട്. ഇപ്പൊ കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ കേരളത്തിൽ ഒക്കെ പല കോളേജുകളിലും അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക്, പല കോഴ്സുകൾക്കും അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കൊക്കെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഡിഗ്രിക്കൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിന് പുറത്ത് മെഡിക്കൽ പാരാമെഡിക്കലിന് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഡിലേ വരുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ വർഷവും ഇതേപോലെ തന്നെയാണ് കേരളത്തിൽ നടക്കാറുള്ളത് എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ LBS ആയിട്ട് ഇന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്ത സമയത്ത് അറിയാൻ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലത്തെ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് ചാനലിലാണ്. വാട്സപ്പ് ചാനലിലും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലുമാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ വാട്സപ്പ് ചാനലിൽ ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പൊ LBS ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് LBSൽ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിലവിലെ വെരിഫിക്കേഷൻ പ്രോസസ്സുകൾ, അതിന്റെ കാര്യങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് LBSന്റെ ഓഫീസിൽ. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് ഇപ്രാവശ്യം തെറ്റുകളും ഒരുപാട് കുട്ടികൾ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരുപാട് ലീവുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ വരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ഇൻഡെക്സ് മാർക്ക് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വെരിഫിക്കേഷൻ ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്യും. എന്തായാലും ഒരു 1 വീക്ക് ടൈം എടുക്കും ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, ഓൺ ആൻ ആവറേജ്. അപ്പൊ ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീടാണ് ഓപ്ഷൻ എൻട്രി സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ ഇടയിൽ പിന്നെ ഓണം വെക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലീവുകൾ ആ സമയത്തും വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എൻട്രി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രയൽ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ എൻട്രി കൊടുക്കാം. പിന്നീട് അലോട്ട്മെന്റ് ത്രൂ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നതാണ് പ്രോസസ്സ്. അപ്പോൾ അവധികൾ ഒരുപാട് വരുന്നുണ്ട് എന്നാണ് LBSൽ വിളിച്ച സമയത്ത് അവർ പറഞ്ഞത്. അപ്പൊ അവധികൾ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും സെപ്റ്റംബറിന്റെ അടുത്തോട്ടേക്ക്, ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആവും എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ വിവരം. അപ്പോൾ മാക്സിമം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. എന്തായാലും LBSന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോഴേക്കും ഇനിയും സമയമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഓൾറെഡി കൂട്ടി വെച്ചതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യത്തെയും അതിന്റെ മുമ്പത്തെ പ്രാവശ്യവും ആ ഇൻഡെക്സ് മാർക്കിൽ ഏതൊക്കെ കോളേജുകളിലാണ് കുട്ടികൾ കയറിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് കണക്കാക്കിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇപ്രാവശ്യം ഏറ്റവും ബെസ്റ്റ്, അതായത് കോളേജ് പ്രയോറിറ്റി കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏത് തന്നെ ആയിക്കോട്ടെ, അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോളേജ് പ്രയോറിറ്റി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ കോളേജ് പ്രയോറിറ്റി ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ കോഴ്സുകളുടെയും. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മോഡിഫൈ ചെയ്തതിന് ശേഷം എല്ലതും പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്തായാലും LBSന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിലേ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് LBS തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ LBSൽ കോൺടാക്ട് ചെയ്ത് നോക്കുക, മെയിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇതുപോലത്തെ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. വാട്സപ്പ് ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടുത്ത വീഡിയോസ്, ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ പ്ലസ് ടു മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.